നമ്മളിപ്പോൾ എത്യോപ്യയിലെ അക്സൂം എന്ന ഒരു ചരിത്ര നഗരത്തിലാണ്. ചരിത്ര നഗരത്തിൽ നിന്ന് അവിടുത്തെ എയർപോർട്ടിലെത്തിയിരിക്കുന്നു. ഈ എയർപോർട്ടിൽ നിന്ന് ഇനി നമ്മൾ ലാലിബല എന്ന് പറയുന്ന മറ്റൊരു ചരിത്ര നഗരത്തിലേക്കാണ് പോകുന്നത്. ഞാൻ എയർപോർട്ടിലെ ചെക്ക് ഇൻ നടപടിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. സെക്യൂരിറ്റി പരിശോധന തുടങ്ങിയില്ല. ദിവസം 1-2 വിമാനങ്ങളെ ഈ എയർപോർട്ടിൽ വന്നിറങ്ങുള്ളൂ. അതിലെ ഒരു വിമാനമാണ് ഇനിയിപ്പോൾ വരാൻ പോകുന്നത്. അതിലാണ് എനിക്ക് ലാലിബലയിലേക്ക് പോകേണ്ടത്. അങ്ങനെ കാത്തിരിക്കുമ്പോൾ നിലത്ത് ഒരു ചെറിയ അടുപ്പ്, കുറച്ച് പാത്രങ്ങൾ ഒക്കെ ആയിട്ട് ഒരു എത്യോപ്യൻ പെൺകുട്ടി അവിടെ ഇരിക്കുന്നുണ്ട്. ട്രഡീഷണൽ ആയിട്ടുള്ള അവരുടെ വസ്ത്രമൊക്കെ ധരിച്ച് ഇവളവിടെ കാപ്പി ഉണ്ടാക്കുകയാണ്. ഈ ട്രഡീഷണലായ എത്യോപ്യക്കാരുടെ ബുന്ന എന്ന് പറയുന്ന കാപ്പി. ഇത് ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാപ്പിയാണ്. നമ്മൾ 1-2 തവണ ആ കാപ്പി കുടിച്ചു കഴിഞ്ഞാൽ നമ്മളതിൻ്റെ ഒരു ആരാധകനായി മാറും. ടൂറിസ്റ്റുകൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ എയർപോർട്ടിൽ നിന്ന് വന്ന് മടങ്ങുന്ന ആളുകൾക്ക് വേണ്ടി വിൽക്കാൻ വേണ്ടി കാപ്പി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അവൾ. 30 ബിർ കൊടുത്തു കഴിഞ്ഞാൽ ഒരു കപ്പ് കാപ്പി തരും. അപ്പോൾ ഞാനും പോയി ഒരു കപ്പ് കാപ്പി ഓർഡർ ചെയ്തു. അപ്പോൾ അവൾ നിലത്തങ്ങനെ ഇരിക്കുന്നത്. നിലത്തിരുന്നിട്ട് വട്ടത്തിൽ ഈ പാത്രവും ചെറിയ ചെറിയ കപ്പുകൾ, ഇത് വിളമ്പി കൊടുക്കാനുള്ള കപ്പുകളൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ സ്റ്റൗവിൽ ഈ കാപ്പി ഉണ്ടാക്കുന്നു. അതിൻ്റെ അനുസാരികളൊക്കെ അതിൻ്റെ ചുറ്റും നിരത്തി വെച്ചിരിക്കുന്നു. അങ്ങനെ രസകരമായ രീതിയിലാണ് കാപ്പി ഉണ്ടാക്കുന്നത്. ഞാൻ അതിൻ്റെ വീഡിയോസൊക്കെ എടുത്തു. കാപ്പിയൊക്കെ കുടിച്ചങ്ങനെ ഇരിക്കുമ്പോൾ ചുവരിൽ വലിയൊരു ക്ലോക്കുണ്ട്. ഈ ക്ലോക്കിൽ സമയം കാണിക്കുന്നത് 4:40 എന്നാണ്. ഞാൻ വാച്ച് നോക്കുമ്പോൾ കൃത്യം 10:40 ഈ എത്യോപ്യക്കാർക്ക് അവരുടെ 1 മണി എന്ന് പറയുന്ന സമയം തുടങ്ങുന്നത് പുലർച്ചെ രാവിലെ 6 മണിക്കാണ്. അതായത് സൂര്യൻ ഉദിച്ച് കഴിഞ്ഞ് 1 മണിക്കൂർ കഴിയുമ്പോഴാണ് 1 മണിയാകുന്നത്. 5 മണിക്ക് സൂര്യൻ ഉദിക്കുമെന്ന് അവർ സങ്കല്പിക്കുന്നു. 6 മണിയാകുമ്പോൾ 1 മണി. അതായത് നമ്മുടെ 6 മണിക്ക് ഇവരുടെ 1 മണി. ഇപ്പം 4:30 ആവാൻ കാര്യം നമ്മുടെ 10:30 ആകുമ്പോൾ അല്ലെങ്കിൽ 10:45 ആകുമ്പോൾ അവർക്ക് 4:45 ആവുന്നുള്ളൂ രാവിലെ. സൂര്യൻ അസ്തമിക്കുമ്പം അവരുടെ 12 മണിയാണ്. ഇതാണ് എത്യോപ്യക്കാരുടെ കണക്ക്. അപ്പോൾ ഇങ്ങനെ എത്യോപ്യക്കാരുടെ ആചാരങ്ങളിൽ, വിശ്വാസങ്ങളിൽ, അവരുടെ കണക്കുകൾ, കലണ്ടറുകളിലൊക്കെ വ്യത്യസ്തത പുലർത്തുന്നവരാണ്. മറ്റ് ലോകരാജ്യങ്ങളിലൊക്കെ ക്രിസ്മസ് ഡിസംബർ 25-നാണെങ്കിൽ എത്യോപ്യക്കാർക്ക് അത് ജനുവരി 5-ാം തീയതി മറ്റാണ്. അപ്പോഴത്തേക്ക് സെക്യൂരിറ്റി പരിശോധനയൊക്കെ തുടങ്ങി. ഞങ്ങൾക്ക് പോകാനുള്ള വിമാനം എത്തി. അതൊരു 10-70 ആളുകൾക്ക് യാത്ര ചെയ്യാവുന്നൊരു ബൊമ്പാഡിയർ വിമാനമാണ്. ആ വിമാനം ഇങ്ങനെ വയലിന് നടുക്കുള്ള ആ റൺവേയിലൂടെ ഇങ്ങനെ വരുന്നത്, മലകളുടെ പശ്ചാത്തലത്തിൽ ഇങ്ങനെ വരുന്നതൊക്കെ വളരെ രസകരമായ ഒരു കാഴ്ചയായിരുന്നു. അതൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തെടുത്തു. ഈ ബൊമ്പാഡിയർ വിമാനത്തിനകത്ത് അധികം ആളുകളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഷൂട്ട് ചെയ്യാൻ സൗകര്യമുള്ളൊരു സീറ്റിൽ, വിൻഡോ സീറ്റിൽ തന്നെ ഞാൻ പോയിരുന്നു. വിമാനം റൺവേ കൂടെ ഓടി ടേക്ക് ഓഫ് ചെയ്തു. ഈ എത്യോപ്യയിലെ ചെറിയ ചെറിയ ചില പട്ടണങ്ങളെല്ലാം കണക്ട് ചെയ്ത് ഇത്തരത്തിൽ ചെറിയ ബൊമ്പാഡിയർ വിമാനങ്ങൾ പറക്കുന്നുണ്ട്. 70 സീറ്റും 72 സീറ്റും 80 സീറ്റും ഒക്കെയുള്ള ചെറിയ വിമാനങ്ങൾ. ഇതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എത്യോപ്യയുടെ ഭൂപ്രകൃതി തന്നെയാണ്. നമ്മൾ ആകാശത്തേക്ക് വിമാനം ഉയർന്ന് പറന്ന് തുടങ്ങി ലാലിബലയെ തെക്ക് ദിശയിലേക്ക് പറക്കുന്നത്. പറന്ന് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് താഴേക്ക് നോക്കുമ്പോൾ കാണാം ഈ മലകൾ, പിന്നെ അഗാധമായ താഴ്വാരങ്ങൾ അല്ലെങ്കിൽ ഗർത്തങ്ങൾ, അതിനകത്തൂടെ ഒഴുകുന്ന നദികൾ, വീണ്ടും അടുത്ത മല, പിന്നെ ഒരു സമതലം പോലെ കുറച്ച് ഭാഗം, പിന്നെ വീണ്ടും ഒരു കുഴി. ഈ കുഴി എന്ന് പറയുന്നത് ഏതാണ്ട് 1 കിലോമീറ്റർ താഴ്ചയിലേക്ക് പോകുന്നതാണ്. അപ്പം ഒരു ഗ്രാമത്തിൽ നിന്നല്ല ഒരു പട്ടണത്തിൽ നിന്ന് അടുത്ത പട്ടണത്തിലേക്ക് പോകാൻ ചിലപ്പോൾ 10, 100, 200 കിലോമീറ്ററൊക്കെ ഉള്ളെങ്കിലും ഈ ഓരോ മലമ്പാതയും ഇറങ്ങി താഴെ ചെന്ന് വീണ്ടും കയറി ഇറങ്ങിയൊക്കെ പോകുമ്പോൾ 2-3 ദിവസത്തെ യാത്ര വേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം നഗരങ്ങളെയൊക്കെ കണക്ട് ചെയ്ത് ടൂറിസ്റ്റുകൾക്കും കുറച്ച് സമ്പന്നർക്കും ഒക്കെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഫ്രീക്വൻ്റായിട്ട് യാത്ര ചെയ്യുന്നവർക്ക് വേണ്ടി ഇത്തരം വിമാന സർവീസുകൾ ആരംഭിച്ചിട്ടുണ്ട്. അത് ദിവസം 1 ആഴ്ചയിലെ 3 ദിവസമൊക്കെ മാത്രമൊക്കെ വരുന്ന വിമാനങ്ങളാണ് പലതും. ഇങ്ങനെ പോകുന്ന വഴിക്ക് ഇടയ്ക്ക് ചില ഡാമുകളൊക്കെ കാണാം. വമ്പൻ റിസർവോയറുകൾ കാണാം. വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി നിർമ്മിച്ച ഡാമുകളാണ് അതൊക്കെ. 2000 ആണ്ടിന് ശേഷമൊക്കെ നിർമ്മിച്ച പല ഡാമുകളും അതിനകത്ത് കാണാം. ഇങ്ങനെ പറക്കുമ്പോൾ എയർ ഹോസ്റ്റസ്മാർ ഇടയ്ക്ക് ചെറിയ സ്നാക്സൊക്കെ കൊണ്ടുവരും. ഒരു ചെറിയ കുപ്പി ജ്യൂസും പിന്നെ ഒരു ചെറിയ പെട്ടി കേക്കും ഒക്കെ തന്നു. ഇതൊക്കെയാണ് അതിനകത്തെ ഭക്ഷണം. ഏതാണ്ട് 1 മണിക്കൂർ പറന്ന് വിമാനം ലാൻഡ് ചെയ്യേണ്ട സമയമായി. അപ്പോഴത്തേക്കും ചക്രം, ലാൻഡിങ് ഗിയർ താന്നു വന്നു. വിമാനം ലാൻഡ് ചെയ്യാനുള്ള സമയമായി എന്നുള്ള അറിയിപ്പ് വന്നു. നമ്മൾ കുറേ താഴ്ന്ന് പറന്ന് തെഫിൻ്റെ നിരന്ന പാടങ്ങൾക്ക് മുകളിലൂടെ പറന്ന് ഒരു നദിക്ക് മുകളിലൂടെ പറന്ന്, ജോർദാൻ എന്ന് പറഞ്ഞ പേരുള്ളൊരു നദിയാണ്. ഈ ജോർദാൻ നദി യഥാർത്ഥ ജോർദാൻ നദിയല്ല. ഇവിടുത്തെ പഴയൊരു രാജാവ് ജോർദാനിലും ഇസ്രായേലിലൊക്കെ യാത്ര ചെയ്തിട്ട് തിരിച്ചു വന്നപ്പോൾ ഈ നദിക്ക് ജോർദാൻ എന്ന് പേരിട്ടതാണ്. ആ നദിയുടെ മുകളിൽ കൂടെ ഇങ്ങനെ താന്ന് പറന്ന് ലാലിബല എയർപോർട്ടിൽ പോയി ലാൻഡ് ചെയ്തു. ചെറിയൊരു റൺവേ ഒക്കെയുള്ള ഒരു വിമാനത്താവളം. അപ്പോൾ അവിടെ പുറത്തിറങ്ങി ഒരു ടാക്സി വിളിച്ച് ലാലിബല ടൗണിലേക്ക് പോകണമെന്നാണ് ഞാൻ പദ്ധതി ഇട്ടിരിക്കുന്നത്. കാരണം ഇവിടുന്ന് ഏതാണ്ട് ഒരു 26-27 കിലോമീറ്റർ അകലെയാണ് ലാലിബല പട്ടണം. ലാലിബല പട്ടണം ഒരു മലയുടെ മുകളിലാണ്. ഇത് ഈ താഴ്വാരത്തെ കൃഷിയിടങ്ങളുടെ നടുവിലാണ്, സമതലമുള്ള പ്രദേശത്താണ് ഈ എയർപോർട്ട് പണിതിരിക്കുന്നത്. അപ്പോൾ ഒരു ടാക്സി വിളിച്ച് പോകാം. വിമാനം വരുന്ന സമയത്ത് സാധാരണഗതി എല്ലാ എയർപോർട്ടിലും കുറേ ടാക്സികളൊക്കെ എപ്പോഴും ഉണ്ടാവും. അതുകൊണ്ട് ആദ്യം തന്നെ ഞാൻ പുറത്തേക്ക് നടന്നു. താമസിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ടാക്സി കിട്ടാതെ വരാം.
ഞാൻ പുറത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് സന്തോഷ് ജോർജ് കുളങ്ങര എന്ന് പറഞ്ഞൊരു പേപ്പറിൽ പേരും എഴുതി പിടിച്ച ഒരാൾ നിൽക്കുന്നു. ഞാൻ ഒരാളോടും വരാൻ പറഞ്ഞിട്ടില്ല, ഞാനിവിടെ വരുമെന്ന് വേറൊരാൾക്കും അറിയത്തില്ല. ഞാൻ ആകപ്പാടെ ഒരു ഹോട്ടലിൽ മുറി ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് മാത്രമാണ്, പിന്നെ അറിയാവുന്ന ഈ എയർലൈൻ കമ്പനിക്ക് മാത്രമാണ്. ഞാൻ അത്ഭുതത്തോടെ ഇയാളുടെ അടുത്തേക്ക് ചെന്നു. അപ്പോൾ അയാൾ എൻ്റെ അടുത്ത് ചോദിച്ചു, അറിയോ മിസ്റ്റർ സന്തോഷ് ജോർജ് കുളങ്ങര? ഞാൻ പറഞ്ഞു അതെ. നിങ്ങൾ ടൗണിലേക്കല്ലേ? ഞാൻ പറഞ്ഞു അതെ. നിങ്ങൾ വേറെ വണ്ടിയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ? ഞാൻ പറഞ്ഞില്ല. ഇവിടെ വേറെ ടാക്സി ഒന്നും കിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് ടൗണിലേക്ക്, ലാലിബല ടൗണിലേക്ക് ഒരു മിനി വാൻ പുറപ്പെടുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ വരാം. മറ്റൊരു ടാക്സി ഇവിടെ കിട്ടില്ല. ഈ മിനി വാനുകളിലാണ് എല്ലാവരും ലാലിബല ടൗണിലേക്ക് പോകുന്നത്. 100 ബിർ കൊടുത്തു കഴിഞ്ഞാൽ ടൗണിൽ കൊണ്ടുപോയാക്കാം, നിങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൽ കൊണ്ടുപോയി എത്തിക്കാം. അപ്പോൾ ഇതൊരു സത്യമാണോ എന്ന് എനിക്കൊരു സംശയമായി. കാരണം ഞാൻ ചുറ്റും നോക്കുമ്പോൾ പറഞ്ഞത് ശരിയാണ്, അവിടെ ഇത്തരത്തിലുള്ള കുറേ മിനി വാനുകൾ മാത്രമേ ഉള്ളൂ, ടാക്സികളൊന്നുമില്ല. അപ്പോൾ ഇയാൾ വീണ്ടും എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ മിനി വാനുകൾ ഇവിടെ വരാൻ കാര്യം, നിങ്ങളിപ്പോൾ വന്ന വിമാനത്തിൽ കയറിപ്പോകാൻ വരുന്ന ആളുകൾ ടൗണിൽ നിന്ന് വരും, അവർ വന്ന വാനുകളാണിത്, അവരിനി തിരിച്ച് ടൗണിലേക്ക് പോവുകയാണ്, പോകുമ്പോൾ നിങ്ങളെ കയറ്റിക്കൊണ്ട് പോകും. ഇങ്ങനെയാണ് ഈ എയർപോർട്ടിലെ സിസ്റ്റം. നിങ്ങൾ ലോകത്തിലെ മറ്റ് എയർപോർട്ടുകളിലെ പോലെ ഇവിടെ വന്നിറങ്ങിയാൽ ടാക്സി കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുത്. നിങ്ങൾ ചുറ്റും നോക്കൂ, ഇതൊരു കൃഷിയിടത്തിൻ്റെ നടുവിലാണ്, വലിയ വയലുകളുടെ നടുക്കാണ്, ഇവിടെ ഒരു പട്ടണം പോലുമില്ല. അപ്പോൾ ഇയാളിതൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു വിശ്വാസം തോന്നി. ശരി, കയറാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്കും വേറെ കുറച്ച് വിദേശികളായ ടൂറിസ്റ്റുകളും സായിപ്പുമാരും ഒക്കെ ഉണ്ട്. അവരും വന്ന് ഈ വണ്ടിക്കകത്തോട്ട് ഒരു വാനിനകത്തേക്ക് കയറി, ഞാനും കയറി. അപ്പോൾ വേറെ ആളുകളുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ മുമ്പിലെ സീറ്റ് തന്നെ പിടിച്ചു. ഈ ചെറുപ്പക്കാരൻ പലരെയും ഇങ്ങനെ വിളിച്ച് കയറ്റി, ഇയാളും ഈ വാനിനകത്ത് കയറി. ഈ വാൻ ഡ്രൈവർ വേറൊരാളാണ്. അവിടെ നിന്ന് യാത്ര പുറപ്പെടുകയാണ്. അപ്പോൾ എനിക്കൊരു സംശയം, ഇതിങ്ങനെ ഇയാൾ എൻ്റെ പേരറിഞ്ഞു, ഞാൻ വരുമെന്ന് എങ്ങനെ അറിഞ്ഞു? അങ്ങനെ യാത്ര പുറപ്പെടുമ്പം എയർപോർട്ടിൽ നിന്ന് പോകുന്ന മുഴുവൻ മൺപാതയിലൂടെയാണ്. 2 സൈഡിലും തെഫിൻ്റെ പാടങ്ങളാണ്. തെഫ് എന്ന് പറഞ്ഞാൽ ധാന്യം വിളയുന്ന പാടങ്ങൾ. അത് കൊയ്യാറായിരിക്കുന്നു, മഞ്ഞ നിറത്തിലാണ്. അതുകൊണ്ട് മണ്ണിൻ്റെ നിറവും ഈ തെഫ് പാടത്തിൻ്റെ നിറവും ഒന്ന് തന്നെയാണ്. പൊടി പറത്തി വാഹനങ്ങളുടെ ഒരു കോൺവോയ് ഇങ്ങനെ പോവുകയാണ്. ഒരു 5 or 8 വാനുകളുണ്ട് ഇത്തരത്തിൽ. അതിൽ ചിലതിനകത്ത് 1-2 ടൂറിസ്റ്റുകളേ ഉള്ളൂ, യാത്രക്കാരേ ഉള്ളൂ. ചിലതിനകത്ത് ഒന്നും തന്നെ ഇല്ല. ഞാനീ കയറിയതിനകത്ത് 2-3 പേര് എക്സ്ട്രാ ഉണ്ട്. ഞങ്ങളിങ്ങനെ പോവുകയാണ്. പോകുമ്പോൾ ഈ ഗ്രാമങ്ങളൊക്കെ പിന്നിട്ടാണ് പോകുന്നത്. നമ്മൾ നേരത്തെ കഴിഞ്ഞ ദിവസം ഗ്രാമങ്ങൾ പിന്നിട്ട് ചില ഗ്രാമങ്ങളിലെ വീടുകളിലൊക്കെ കയറി ഇറങ്ങി ഷൂട്ട് ചെയ്ത കഥയൊക്കെ പറഞ്ഞു. ആ വീടുകളുമായിട്ട് ഒരു സാമ്യമില്ലാത്ത മരം കൊണ്ടും ചുള്ളിക്കമ്പ് കൊണ്ടും പുല്ല് മേഞ്ഞതും ഒക്കെ ആയ വീടുകൾ. ഈ വീടുകളും അതിൻ്റെ ഗ്രാമങ്ങളും ഒക്കെ പിന്നിട്ട് ഇങ്ങനെ ഓടി കുറേ ദൂരം ഓടി കഴിയുമ്പോഴത്തേക്കും വണ്ടി ഒരു ടാർ റോഡിലേക്ക് ചെന്ന് കയറി. ഈ ടാർ റോഡ് ഓടാൻ തുടങ്ങിക്കഴിഞ്ഞ് വീണ്ടും മലകയറ്റം ആരംഭിച്ചു. ചെറിയ തോതിലുള്ള മല കയറി നമ്മൾ ലാലിബല പട്ടണത്തോടടുക്കുമ്പോഴത്തേക്കും അവിടെ റോഡിന് വീതി കൂട്ടുന്ന പണികൾ നടക്കുന്നു, വലിയ കലുങ്കുകൾ പണിയുന്നു, വലിയ പാലങ്ങൾ പണിയുന്നു. ചൈനയുടെ സഹായത്തോടുകൂടി ഈ എത്യോപ്യയുടെ ഉൾനാടുകളിലൊക്കെ ഗതാഗത സംവിധാനങ്ങൾ വിപുലീകരിക്കുന്ന പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഓടി ഞാൻ മുറി ബുക്ക് ചെയ്തിരിക്കുന്ന ഹോട്ടലിൻ്റെ മുന്നിലേക്ക് വണ്ടി പോയി നിന്നു. ഈ ഹോട്ടലിൻ്റെ പേര് ബത്തെ എബ്രഹാം ഹോട്ടൽ എന്നാണ്. ഞാൻ ഇൻ്റർനെറ്റിൽ കൂടെ ബുക്ക് ചെയ്ത ഹോട്ടലാണ് ബത്തെ എബ്രഹാം ഹോട്ടൽ. എത്യോപ്യ എന്ന പേര് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ, അല്ലെങ്കിൽ എത്യോപ്യൻ ടൂറിസം എന്ന് സെർച്ച് ചെയ്താൽ, അല്ലെങ്കിൽ ഗൂഗിൾ ഇമേജസിൽ എത്യോപ്യ എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾ കാണുന്ന വിഷ്വൽസിൽ കുറേ എണ്ണം ഈ ലാലിബലയിലേതായിരിക്കും. മോണോലിത്തിക് ചർച്ചുകൾ, അതായത് വമ്പൻ പാറകൾ. ഈ പാറകളിൽ കുഴി പോലെ കൊത്തിയെടുത്തിട്ട് അതിനകത്ത് കല്ലിൽ പള്ളി പണിത് വെച്ചിരിക്കുന്നു, കുരിശിൻ്റെയൊക്കെ ആകൃതിയിലുള്ള പള്ളികൾ. ഇതാണ് ഈ ലാലിബലയുടെ പ്രത്യേകത. ഇത്തരത്തിൽ 11 വലിയ പള്ളി കോംപ്ലക്സുകൾ പാറകളിൽ, മോണോലിത്തിക് ചർച്ചസ് എന്നാണ് ഇതറിയപ്പെടുന്നത്. അത് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണ്. ലോകത്ത് മറ്റെങ്ങും കാണാൻ കഴിയാത്ത തരത്തിൽ ലോക അത്ഭുതങ്ങളാണ് 10-11 പള്ളികൾ. ഇങ്ങനെ വമ്പൻ പള്ളികളാണ്. അത് കൂറ്റൻ പാറകളിൽ കൊത്തിയെടുത്തിരിക്കുകയാണ്. കൊത്തി ഭൂമിക്ക് അടിയിലേക്കാണ് പണിത് വെച്ചിരിക്കുന്നത്. ഭൂമി നിരപ്പിൽ നിന്ന് താഴേക്ക് പണിതിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് പോകാം. ഇതിവിടെ ദീർഘകാലം ഭരിച്ചിരുന്ന ഒരു ചക്രവർത്തിയുണ്ട്, ഗബ്രെ മസ്കൽ ലാലിബല എന്ന് പറയുന്ന ഒരു ചക്രവർത്തി. അദ്ദേഹം 12-ാം നൂറ്റാണ്ടിലൊക്കെ ഇവിടെ ഭരിച്ചിരുന്ന ഒരാളാണ്. അത് 12-ാം നൂറ്റാണ്ട് പറഞ്ഞാൽ 1100-കളുടെയൊക്കെ അവസാനം. ഈ കാലഘട്ടത്തിൽ ഇദ്ദേഹം ജെറുസലേമിലേക്കൊരു യാത്ര നടത്തി. അന്ന് ക്രിസ്ത്യാനികളുടെ ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രം, അന്നും ഇന്നും ഒക്കെ അതെ തീർത്ഥാടന കേന്ദ്രമായിരുന്ന ജെറുസലേമിലേക്ക് പുള്ളി യാത്ര നടത്തി. അവിടെ ചെന്ന് അവിടെ യേശു ക്രിസ്തുവിൻ്റെ സംസ്കരിച്ച പള്ളി, അന്നത്തെ ഗാഗുൽത്താമല നിന്നിരുന്ന സ്ഥലത്തെ പള്ളി, ഇങ്ങനെ ഇതെല്ലാം കണ്ട് അവിടുത്തെ ആ നഗരത്തിൻ്റെ അത്ഭുതങ്ങളും പള്ളികളും അവിടുത്തെ ആരാധനാ രീതികളും ഇതെല്ലാം കണ്ട് അത്ഭുത പരതന്ത്രനായിട്ട് ഈ ചക്രവർത്തി തിരിച്ച് നാട്ടിൽ വന്നിട്ട് ഇന്ന് ലാലിബല എന്നറിയപ്പെടുന്ന, അന്ന് റോഹ എന്നറിയപ്പെട്ടിരുന്ന ഈ പട്ടണത്തിലെ ഈ പാറകൾ ഉള്ള ആ നഗരത്തിലെ പല ഭാഗത്തും ഇത്തരത്തിലുള്ള പള്ളികൾ പണിത് ഒരു എത്യോപ്യൻ ജെറുസലേമാക്കി മാറ്റാൻ പുള്ളി തീരുമാനിച്ചു.
അതിനൊരു പ്രധാന കാരണം കൂടെയുണ്ട്. ഇദ്ദേഹത്തിൻ്റെ സന്ദർശനം കഴിഞ്ഞ് അധികം താമസിയാതെ തന്നെ മുസ്ലിം ഭരണാധികാരികൾ ഈ ജെറുസലേം പിടിച്ചടക്കുകയും ക്രിസ്ത്യൻ ആരാധനാലയങ്ങൾക്ക് പല തടസ്സങ്ങളും, ആരാധനാ സ്വാതന്ത്ര്യത്തിന് തടസ്സങ്ങളൊക്കെ ഉണ്ടാകുകയും ചെയ്തു. ഇതറിഞ്ഞ ഈ ചക്രവർത്തിക്ക് വലിയ സങ്കടമായി. പുള്ളി പറഞ്ഞു, ഇനി മുതൽ ജെറുസലേം ഇതാണ് എന്ന് പറഞ്ഞ് ജെറുസലേമിലുള്ള പല പള്ളികളുടെയും ഡ്യൂപ്ലിക്കേറ്റ് പള്ളികൾ ഇവിടെ പണിയാൻ തുടങ്ങി. അതെല്ലാം ഇത്തരത്തിൽ മോണോലിത്തിക് ചർച്ചുകളായിരുന്നു, അതായത് ഒറ്റപ്പാറയിൽ കൊത്തിയെടുത്ത അല്ലെങ്കിൽ കുഴിച്ചെടുത്ത പള്ളികൾ. അങ്ങനെ ഈ പ്രദേശം വലിയൊരു തീർത്ഥാടന കേന്ദ്രമായി. മാത്രമല്ല, ഇന്നും നിരവധി ടൂറിസ്റ്റുകളെയും എത്യോപ്യയിലെങ്ങുമുള്ള ഭക്തരെയും എല്ലാം ആകർഷിക്കുന്നൊരു സ്ഥലമാണത്. ഒരു വേൾഡ് ഹെറിറ്റേജ് സൈറ്റായിട്ട് യുനെസ്കോ പ്രഖ്യാപിച്ചു. അപ്പോൾ ഈ സ്ഥലം ഒന്ന് കാണണം, ഈ ചരിത്രം, ഈ അത്ഭുതം, ഈ കാഴ്ചകൾ ഒക്കെ പകർത്തിയെടുക്കണം. അതിനുവേണ്ടിയാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നിറങ്ങിയിരിക്കുന്നത്. അപ്പോൾ അവിടേക്ക് എത്താനുള്ള വഴികളൊക്കെ ഞാൻ ദിവസങ്ങളോളം ഇരുന്ന് ഇങ്ങനെ ഗവേഷണം നടത്തിയാണ് ഇങ്ങനെ ഒരു ഫ്ലൈറ്റ് അക്സൂമിൽ നിന്നുണ്ടെന്നും അല്ലെങ്കിൽ അഡിസ് അബാബയിൽ നിന്നും ഫ്ലൈറ്റ് ഉണ്ടെന്നും ഒക്കെ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെ താമസിക്കാമെന്ന് സെർച്ച് ചെയ്ത് ബത്തെ എബ്രഹാം എന്ന് പറയുന്നൊരു ഹോട്ടൽ ഈ പറഞ്ഞ ആർക്കിയോളജിക്കൽ സൈറ്റുകളോട് അടുത്ത് തന്നെ ഉണ്ടെന്ന് കണ്ടു. അവിടെ നിരക്കൊക്കെ വളരെ ഒരു രാത്രിക്ക് 2000 രൂപയേ ഉള്ളൂ ദിവസ വാടക. അത്ര ഗംഭീര ഹോട്ടലൊന്നുമല്ല, എന്നാൽ അത്യാവശ്യം വൃത്തിയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ തന്നെ ആവട്ടെ താമസം തീരുമാനിച്ചിട്ടാണ് ഞാൻ ഈ ബത്തെ എബ്രഹാം ഹോട്ടലിൽ മുറി ബുക്ക് ചെയ്യുന്നത്. ഒറ്റ രാത്രിക്കേ ബുക്ക് ചെയ്തിട്ടുള്ളൂ, കാരണം ഇന്ന് പകൽ മുഴുവൻ ഞാൻ ഷൂട്ട് ചെയ്യും, നാളെ രാവിലെ ഇവിടുന്ന് പോവുകയും ചെയ്യും. അങ്ങനെ ഈ ബത്തെ എബ്രഹാം ഹോട്ടലിന് മുമ്പിൽ കൊണ്ട് എന്നെ ഇറക്കി വിട്ട ഉടനെ ഈ എന്നെ വിളിച്ച് കയറ്റി വാനിനകത്തേക്ക് വിളിച്ച് കയറ്റിയ ആൾ എൻ്റെ കൂടെ ഇറങ്ങി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങളെ കൊണ്ട് ഹോട്ടലിൽ പരിചയപ്പെടുത്താം. ഞാൻ പറഞ്ഞു വേണ്ട. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അല്ല, ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഡെസേവ് എന്നാണ്, ഞാനൊരു ഡീക്കനാണ്. ഡീക്കൻ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ പുരോഹിതനാകുന്നതിന് തൊട്ട് മുമ്പുള്ള പഠനകാലത്തെ ഒരാളെ വിളിക്കുന്ന പേരാണ് ഡീക്കൻ. ഞാനൊരു വൈദിക വിദ്യാർത്ഥിയാണ്. ഡെസേവ് എന്നാണ് എൻ്റെ പേര്. ഞാനൊരു ടൂർ ഗൈഡായിട്ടും പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഈ ഹോട്ടലിലൊക്കെ എനിക്ക് പരിചയമുണ്ട്. ഞാൻ നിങ്ങളുടെ കൂടെ വന്നോളാം. എനിക്കധികം പൈസയും തരണ്ട, എന്തെങ്കിലും തന്നാൽ മതി. ഞാൻ ഈ നാട്ടുകാരനാണ്, ഒരു വൈദിക വിദ്യാർത്ഥിയാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം. ഞാൻ കൂടെ വന്നാൽ കുഴപ്പമുണ്ടോ? അപ്പോൾ ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്കിതിനകത്തൊരു ഒരു സത്യസന്ധത, ആത്മാർത്ഥതയൊക്കെ തോന്നിയുകൊണ്ട് ഞാൻ പറഞ്ഞു ശരി വന്നോളാൻ പറഞ്ഞു. അങ്ങനെ ഇയാൾ റിസപ്ഷനിൽ കൊണ്ടുവന്ന് എന്നെ പരിചയപ്പെടുത്തി. ചെക്കിൻ നടപടിയെല്ലാം കഴിഞ്ഞു. ഡെസേവ് പറഞ്ഞു, ഞാനൊരു കാര്യം ചെയ്യും, നിങ്ങൾ ഭക്ഷണം കഴിച്ച് ഈ സമയമായപ്പോഴത്തേക്ക് ഒരു 12:30 ആയല്ലോ, ഒരു അരമണിക്കൂറിനകം ഭക്ഷണം കഴിച്ചു. ഇത് ഈ പുറത്ത് കാണുന്നതാണ് റെസ്റ്റോറൻറ്റ്. അതൊക്കെ കാണിച്ചു തന്നു. അപ്പോൾ പുല്ല് മേഞ്ഞ കൂമ്പം മേൽക്കൂരയുള്ള ഒരു റെസ്റ്റോറൻറ്റ് ഈ ഹോട്ടലിനോട് അനുബന്ധിച്ചുണ്ട്. അവിടെ പോയി ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്കും ഞാൻ പോയി ഒരു വണ്ടി വിളിച്ചുകൊണ്ട് വരാം, എന്നിട്ട് നമുക്ക് ആ വണ്ടിയിലങ്ങ് പോകാം, നിങ്ങൾക്ക് സമയം സേവ് ചെയ്യാമല്ലോ. ഇന്നൊരു ദിവസം നിങ്ങളുള്ളൂ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? ഞാൻ പറഞ്ഞു അതെ. അപ്പോൾ ഇന്നൊരു ദിവസം കൊണ്ട് നമുക്കിതെല്ലാം കണ്ടു തീർക്കുകയും വേണം. അങ്ങനെ വലിയ ഉത്സാഹിയായിട്ട് ഇയാൾ മുമ്പേ പോകുന്നു. എല്ലാ കാര്യങ്ങളും എനിക്ക് വേണ്ടി നോക്കിയും കണ്ടും കണ്ടറിഞ്ഞും ചെയ്യുന്നു. ഞാൻ ഓർത്ത് ശരി, എന്തെങ്കിലും കൊടുത്താലും ഇത് ലാഭമാണല്ലോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഐഡിയയും ഇല്ലാത്തൊരു നാട്ടിലേക്ക് വന്നിറങ്ങിയിരിക്കുന്നത്, ഒരു പരിചയക്കാരും ഇല്ലാത്ത നാട്ടിൽ എന്ത് ചെയ്യുന്നൊരു ആശങ്ക എൻ്റെ മനസ്സിലുണ്ട് താനും. അപ്പോൾ ഞാൻ പോയി റെസ്റ്റോറൻറ്റിൽ ചെന്ന് ഇഞ്ചറയും തോറാവാത്തും പറഞ്ഞു. അതാണ് അവിടുത്തെ പ്രധാന ഭക്ഷണം. നമ്മളിപ്പോൾ ചോറും കറിയും എന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ പൊറോട്ടയും ബീഫും എന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ മസാല ദോശ എന്ന് പറയുന്നത് പോലെ ആ നാട്ടുകാരുടെ സുപരിചിതമായ ഭക്ഷണമാണ്. അപ്പോൾ എനിക്കും അത് ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാനത് പറഞ്ഞു. ദോറോവാത്ത് കറി വന്നു, കോഴിയിറച്ചിക്കറി, അതിനകത്ത് അഡീഷണലായിട്ട് ബോണസ് പോലെ 2 പുഴുങ്ങിയ മുട്ടയും കൂടെ ഉണ്ട്. ഇതൊക്കെ ചേർത്ത് രസകരമായ ഭക്ഷണം ഞാൻ കഴിച്ചു. ഞാൻ പുറത്തിറങ്ങുമ്പോഴത്തേക്കും ഡെസേവ് അവിടെ വന്നിട്ടുണ്ട്, ഡീക്കൻ ഡെസേവ്. അപ്പോൾ ഒരു ചെറിയ വണ്ടിയുണ്ട്, ഞങ്ങളതിൽ കയറി ആർക്കിയോളജി സൈറ്റിൽ ചെല്ലുന്നു. അവിടെ വെച്ച് വണ്ടി പറഞ്ഞു വിട്ടു. അവിടെ ടിക്കറ്റ് എടുക്കാൻ ചെല്ലുമ്പോഴാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. $50, അതായത് 4000 ചില്ലുവാനം രൂപയാണ് അവിടുത്തെ എൻട്രൻസ് ഫീസ് തന്നെ. ടിക്കറ്റൊക്കെ എടുത്ത് നടന്നു പോകുമ്പോൾ ഒരു ഭാഗത്ത് മുഴുവൻ ഇവരുടെ ട്രഡീഷണൽ വീടുകളാണ്. ഈ ആർക്കിയോളജിക്കൽ സൈറ്റായിട്ട് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഇതൊരു ഗ്രാമം തന്നെയായിരുന്നു. ആ ഗ്രാമത്തിലുള്ള വീടുകളൊക്കെ ട്രഡീഷണൽ വീടുകൾ അതുപടി ഇപ്പോഴും നിലനിർത്തിയിരിക്കുക. വീട്ടുകാരെ അവിടെ നിന്ന് മാറ്റി പാർപ്പിച്ചെങ്കിലും വീടുകൾ അവിടെ നിലനിർത്തിയിരിക്കുന്നു. ഇവിടെ എത്തുന്ന ടൂറിസ്റ്റുകൾക്ക് ഈ ലാലിബല ഗ്രാമം എങ്ങനെയാണ് ഇവരുടെ പാരമ്പര്യം, എങ്ങനെയാണ് അവരുടെ കെട്ടിട നിർമ്മാണ ശൈലി എന്ന് മനസ്സിലാക്കാൻ വേണ്ടി അങ്ങനെ തന്നെ നിലനിർത്തിയിരിക്കുക. അപ്പോൾ അതൊക്കെ ഞാൻ ഷൂട്ട് ചെയ്താണ് നടക്കുന്നത്. അങ്ങനെ നടന്ന് കുറേ ദൂരം അങ്ങ് നടന്ന് ഈ പല ഗ്രാമങ്ങൾ, ഇത്തരത്തിലുള്ള ട്രഡീഷണൽ ഗ്രാമങ്ങളെ നിലനിർത്തിയിരിക്കുന്ന ഒരു ലിവിങ് മ്യൂസിയം പോലെ നിലനിർത്തിയിരിക്കുന്ന ആ ഗ്രാമത്തിലൂടെ നടന്ന് ഒരു ഭാഗത്തെത്തുമ്പോൾ ഒരു പാറയുടെ മുകളിലേക്ക് എത്തുകയാണ് നമ്മൾ. ഈ പാറയുടെ മുകളിൽ കൂടെ നടന്ന് നമ്മൾ എത്തുമ്പോൾ ഒരു വലിയ ഗർത്തം പാറയിൽ കൊത്തിവെച്ചിരിക്കുന്നു. അതിൻ്റെ വക്കിലേക്ക് നമ്മൾ നടക്കുമ്പോഴാണ് നമ്മൾ പടങ്ങളിൽ മാത്രം കണ്ടിട്ടുള്ള അത്ഭുത നിർമ്മിതിയുടെ അടുത്തേക്ക് എല്ലുകയാണ്. താഴേക്കൊരു 40 അടി കുത്തനെ പാറ പൊട്ടിച്ച്, അതായത് കൊത്തിയെടുത്ത് താഴ്ത്തി വെച്ചിരിക്കുന്നു. അങ്ങ് താഴെ 40 അടി താഴെ ഒരു ചെറിയ മുറ്റം. ഈ മുറ്റത്തിൻ്റെ അതിര് ചേർന്ന് കുരിശിൻ്റെ ആകൃതിയിൽ ഒരു പള്ളി പണിത് വെച്ചിരിക്കുന്നു. ഈ പള്ളി പണിതിരിക്കുന്നതല്ല, ഈ പാറയിൽ നിന്ന് ഈ കുരിശിൻ്റെ ആകൃതിയിലുള്ള ഭാഗം ഒഴികെയുള്ള ബാക്കി ഭാഗം
ചെത്തി ചെത്തി കല്ലെടുത്ത് കളഞ്ഞ് ഈ ഭൂമിക്കടിയിലേക്ക് ഒരു പള്ളി പണിത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഭൂമിക്കടിയിലെ പള്ളി 40 അടി താഴേക്ക് എങ്ങനെ ഇറങ്ങിച്ചെല്ലും? 4 നില കെട്ടിടത്തിൻ്റെ താഴേക്ക് ഇറങ്ങിച്ചെല്ലുന്നത് എങ്ങനെയാണ്? അതിന് വേറൊരു ഭാഗത്തുനിന്ന് ഒരു ചാല്, ഒരു കുഴി പോലെ ഒരു ചാല്, ഒരു വഴി ഇങ്ങനെ വെട്ടിയെടുത്തിട്ടുണ്ട്. അതിലൂടെ ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ പള്ളിയുടെ മുറ്റത്തേക്ക് ചെല്ലാം. ഈ മുകളിൽ നിന്ന് നോക്കുമ്പോൾ താഴെ മനുഷ്യർ നടക്കുന്നുണ്ട്, വൈദികരുണ്ട്, സന്യാസിമാരുണ്ട്. പിന്നെ അതിൻ്റെ മുറ്റത്ത് എന്തോ ഉണങ്ങാനിട്ടതോ ഉണക്കുന്ന സംഭാവനയായിട്ട് കിട്ടിയ ധാന്യമോ കാണിക്കയായിട്ട് കിട്ടിയ വല്ല കായികനികളും ഒക്കെ ആയിരിക്കണം. അതൊക്കെ ഉണങ്ങുന്ന ചില സ്ത്രീകളെ കാണാം. ട്രഡീഷണൽ വസ്ത്രം ധരിച്ച ആളുകൾ ഈ പള്ളിമുറ്റത്തൂടെയൊക്കെ നടക്കുന്നു. ഇതൊക്കെ മുകളിൽ നിന്ന് നമ്മൾ കാണുകയാണ്. 800 കൊല്ലം മുമ്പ് പണിതൊരു സാധനമാണെന്ന് ഓർക്കണം. മനുഷ്യൻ അന്ന് ഉളി കൊണ്ടോ കല്ലുളി കൊണ്ടോ ഒക്കെ ചെത്തി എത്രയോ നാളുകളുടെ അധ്വാനം, എത്രയോ ആളുകളുടെ അധ്വാന ഫലമായിട്ടുണ്ടാക്കിയ ഒരു പള്ളി. ഇത്തരത്തിൽ അല്ലെങ്കിൽ ഇതിനേക്കാൾ വലുതായ 10-11 എണ്ണം ഇവിടെ ഉണ്ടെന്നുകൂടി ഓർക്കണം. വലിയ ഇത്തരം നിർമ്മിതികളുടെ ഒരു കോംപ്ലക്സാണ് ഈ ലാലിവല. അപ്പോൾ ഇതിനകത്തേക്ക് കയറണം. കുറച്ച് നടന്നു കഴിയുമ്പം ഒരു നടപ്പാത തുടങ്ങണം, ഒരു ഇടുങ്ങിയ നടപ്പാത. അത് മുന്നോട്ട് നടക്കും തോറും ആഴം കൂടി വന്ന് നമ്മുടെ തലയ്ക്ക് മുകളിൽ 2 സൈഡിൽ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന ഒരു കോട്ടയുടെ അകത്തൂടെ നമ്മൾ നടക്കുന്ന പോലെ നടന്ന് ഇടയ്ക്ക് പിരിവുകളും ഉൾപ്പിരിവുകളും ഒക്കെ കടന്ന് നമ്മളിങ്ങനെ താഴേക്ക് ഇറങ്ങി ചെന്ന് ഈ പള്ളിയുടെ മുറ്റത്തേക്ക് ചെല്ലുകയാണ്. അവിടെ ചെല്ലുമ്പോൾ ഈ പള്ളിയുടെ ഈ കുരിശാകൃതിയിലാണ്, കുരിശെന്ന് പറഞ്ഞാൽ കിടക്കുന്ന ഒരു കുരിശിൻ്റെ ആകൃതിയിലാണ് ഈ പള്ളി. അപ്പോൾ ഇതിൻ്റെ ചുറ്റും ബാക്കിയുള്ള തിട്ടകളുണ്ടല്ലോ, 2 വശത്തുള്ള തിട്ട കല്ലിൻ്റെ തിട്ടയാണ്. മണ്ണിൻ്റെ നിറവാണെങ്കിലും അത് കല്ലിൻ്റെ തിട്ടകളാണ്, കല്ലാണ്, ഒറ്റപ്പാറയാണ്. ഇതിലൊക്കെ നിരവധി പൊത്തുകളുണ്ട്. ഈ പൊത്തുകളിലൊക്കെ ഈ സന്യാസിമാർ താമസിച്ചിരുന്ന സ്ഥലങ്ങൾ, അവരുടെ ഭക്ഷ്യവസ്തുക്കൾ സൂക്ഷിച്ചിരുന്ന സ്ഥലങ്ങൾ, അവരുടെ ട്രഷറിയായിട്ട് അവരുടെ സമ്പത്തൊക്കെ സൂക്ഷിച്ചിരുന്ന മുറികൾ, ഇതൊക്കെയാണ് ഈ പള്ളിക്ക് ചുറ്റുമുള്ള ഈ പൊത്തുകളിൽ, ഈ ഭിത്തികളിലെ പൊത്തുകളിലൊക്കെ. ഈ പള്ളിക്കകമെന്ന് പറയുന്നത് അത്യാവശ്യം വിശാലമായൊരു പള്ളിയാണ്. ഒരു 25 മീറ്റർ നീളവും 25 മീറ്റർ വീതിയുമുള്ള പള്ളി. അതിനകത്തും കയറി അകത്ത് ചില സന്യാസിമാരുണ്ട്. അതിൻ്റെ അൾത്താരയ്ക്ക് മുമ്പുള്ള ഭാഗത്ത്, മദ്ബഹ എന്ന് പറയുന്ന ഭാഗത്ത് കർട്ടനിട്ട് തിരിച്ചിരിക്കുന്നു. അതിനകത്തും ചില സന്യാസിമാരുണ്ട്. ഞാൻ ദൃശ്യങ്ങളൊക്കെ പകർത്തിയെടുത്തു. പുറത്തിറങ്ങി വീണ്ടും ഈ ചാലിലൂടെ നടന്ന് കരയ്ക്ക് കയറി പിന്നെ വീണ്ടും അടുത്ത പള്ളിയിലേക്ക് നടക്കണം. അങ്ങോട്ടൊക്കെ ഒരു 1/2 കിലോമീറ്റർ ഉണ്ട് ഓരോ പള്ളി ഇടവിട്ട്. ഈ എത്യോപ്യയുടെ പല ഭാഗത്തു നിന്ന് വന്ന തീർത്ഥാടകർ, അതുപോലെ തന്നെ സന്യാസിമാർ, പ്രത്യേക വേഷം ധരിച്ച, താടിയൊക്കെ നീട്ടി വളർത്തിയ, വെളുത്ത ഒരു ലോഹ പോലത്തെ ഒരു ഉടുപ്പ് ധരിച്ച് അതിൻ്റെ മുകളിൽ വെളുത്ത പുതപ്പ് ധരിച്ച് തലയൊക്കെ മൂടി നടക്കുന്ന, കയ്യിലൊരു പ്രത്യേകതരം കുരിശുമായിട്ട് നടക്കുന്ന സന്യാസിമാർ. അപ്പോൾ നമ്മുടെ ഈ ഡീക്കൻ ഡെസേവ് ഈ ഓരോ സന്യാസിയും കാണുമ്പോൾ അടുത്ത് ചെന്ന് ഇയാളുടെ കയ്യിലിരിക്കുന്ന ഈ കുരിശ് മുത്തും. എന്നിട്ട് എന്തൊക്കെയോ പറയും. അയാൾ ഈ കുരിശ് കൊണ്ട് നെറ്റിയിലൊന്ന് അനുഗ്രഹിക്കും. എന്നിട്ട് കടന്നു പോകും. ഈ സന്യാസിമാരുടെ ഒരു ജീവിതം എന്ന് പറയുന്നത് വളരെ ലളിതമായ ജീവിതമാണ്. ഇവർ ചെരുപ്പ് ഉപയോഗിക്കില്ല. ഇവർക്ക് പരമാവധി 2 ജോഡി വസ്ത്രമേ ഉണ്ടാവുള്ളൂ. ഈ വസ്ത്രം എന്ന് പറയുന്നത് തന്നെ മുമ്പേ പറഞ്ഞ തരം ഒരു ചെറിയൊരു ലോഹ പോലത്തെ ഒരു ഉടുപ്പ്, അതിന് പുറമേ ചുറ്റുന്നൊരു ഉത്തിരീയം, ഇതൊക്കെ ഉള്ളൂ. അത് തലയിൽ കൂടെ മൂടി ഇങ്ങനെ നടക്കും. കയ്യിലൊരു കുരിശ് കാണും. ഇവർ ഒരു നേരമാണ് ഭക്ഷണം കഴിക്കുക. ഈ ഭക്ഷണം എന്ന് പറയുന്നത് തന്നെ ആരെങ്കിലുമൊക്കെ ദാനമായിട്ട് കൊടുക്കുന്ന ഭക്ഷണമാണ്. അത് ഒരു നേരം കഴിക്കും. അത് സാധാരണഗതിയിൽ ഇഞ്ചറയും ബീൻസ് പുഴുങ്ങിയതുമാണ് ഇവരുടെ ഒരു നേരത്തെ ഭക്ഷണം എന്ന് പറയുന്നത്. ഇതാണ് ഇവരുടെ ഒരു ദിവസത്തെ ദിനചര്യ. വാർദ്ധക്യം ആകുമ്പോഴേക്കും ഈ സന്യാസിമാർ ദേശാടനം ആരംഭിക്കും. ഈ ദേശാടനം എന്ന് പറയുന്നത് തീർത്ഥാടന കേന്ദ്രങ്ങളും പള്ളികളും തോറും ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. ഈ യാത്രയിൽ എവിടെയെങ്കിലും വെച്ച് ഇവരുടെ അന്ത്യം ഉണ്ടാവും, അല്ലെങ്കിൽ അവരുടെ ജീവിതം അവസാനിക്കും. അതല്ലാത്തവരാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെറിയ കുടിലുകൾ കെട്ടി നടക്കാൻ വയ്യാതാകുമ്പോഴേക്കും അവിടെ താമസമാക്കും. അപ്പോൾ അടുത്തുള്ള മറ്റേതെങ്കിലും ഒരു സന്യാസി, ചെറുപ്പക്കാരായ സന്യാസികൾ ഭിക്ഷാടനം നടത്തിയോ അല്ലെങ്കിൽ ദാനമായി കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ എല്ലാ ദിവസവും ഈ മുതിർന്ന സന്യാസിക്ക് എത്തിച്ചു കൊടുക്കും, അല്ലെങ്കിൽ നാട്ടുകാരെ എത്തിച്ചു കൊടുക്കും. അങ്ങനെ അയാളുടെ കാലം അവിടെ വെച്ച് അവസാനിക്കും. ഇങ്ങനെയുള്ള നിരവധി സന്യാസിമാരെ നമ്മളിങ്ങനെ ഒരു പള്ളിയിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു ആർക്കിയോളജിക്കൽ സൈറ്റിൽ നിന്ന് അടുത്ത സൈറ്റിലേക്ക് നടക്കുമ്പോൾ കാണാം. അവിടെ നിരവധി ചർച്ചുകളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, പല വിശുദ്ധരുടെ പേരിലും ഒക്കെയുള്ള പള്ളികളാണ്. അതിലെല്ലാത്തിലൂടെ ഞാൻ കയറി ഇറങ്ങി ഇങ്ങനെ നടന്നു. ആഡംസ് ടൂമ്പുണ്ട്, സെൻറ്റ് മൈക്കിൾസ് ചർച്ചുണ്ട്, അതുപോലെ തന്നെ സെൻറ്റ് മേരി വിശുദ്ധ കന്യാമറിയത്തിൻ്റെ പേരിലുള്ള പള്ളിയുണ്ട്. ഇതിൻ്റെ എല്ലാം പരിസരങ്ങളിൽ ധാരാളം ആളുകൾ കൂടി നിൽക്കുന്നുണ്ട്. അത് തീർത്ഥാടകരും വിശ്വാസികളും. ആ ഭക്തിയുടെ തീവ്രതയാണ് നമ്മളിതിലൂടെ എല്ലാം സഞ്ചരിക്കുമ്പോൾ കാണുന്നത്. പിന്നെ അവിടുന്ന് കുറച്ചുകൂടെ നടന്നു ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഒരു ഗൊൽഗോത്ത ചർച്ചുണ്ട്. ഈ ഗൊൽഗോത്ത ചർച്ചിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ചരിത്ര നിർമ്മിതികളെല്ലാം നിർമ്മിച്ച ഗബ്രെ മസ്കൽ ലാലിബല എന്ന് പറയുന്ന ചക്രവർത്തി മരിച്ചപ്പോൾ അദ്ദേഹത്തെ സംസ്കരിച്ചിരിക്കുന്നത് ഈ പള്ളിക്കകത്താണ്. ഈ ചില ഭാഗങ്ങളിലൊക്കെ ഈ പള്ളികൾ 2-3 പള്ളികളുടെ കോംപ്ലക്സുകളാണ്. നമുക്കിതിൻ്റെ ഈ വക്കിൽ മുകളിൽ നിന്നാണ് കൂടുതൽ കാണാവുന്നത്. വക്കിൽ നിന്ന് താഴേക്ക് പടിക്കെട്ടുകൾ ഇറങ്ങി ചെന്ന് വേണം പള്ളിയുടെ നിലപ്പിലേക്ക് എത്താൻ. ഈ 2-3 പള്ളികളെ ചേർത്ത് മുകളിൽ വലിയ പന്തലിട്ടിട്ടുണ്ട്.
വലിയ റൂഫ് പണിതിട്ടുണ്ട് അടുത്ത കാലത്ത്. ഈ പള്ളികൾക്ക് പലതിനും തകർച്ച സംഭവിക്കുന്നുണ്ട്. ഭൂകമ്പവും അതുപോലുള്ള പ്രളയവും മഴ പെയ്യലും സ്ഥിരമായിട്ടുള്ള കാലാവസ്ഥ വ്യത്യാസങ്ങളൊക്കെ കാരണം ഇതിന് വലിയ ഡാമേജ് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വലിയ പന്തലിട്ടിപ്പോൾ ഇതിനെ സംരക്ഷിക്കുന്നുണ്ട്. യുനെസ്കോ ഒക്കെ ഫണ്ട് ചെയ്യുന്നുണ്ട് ഇതിന്. ഇവിടുത്തെ ഈ 11 പള്ളികളിലും നമ്മൾ സഞ്ചരിച്ചു. ചിലത് അതിഗംഭീരമാണ്, വളരെ വലിപ്പം കൂടിയതാണ്, പൂർണ്ണതയോടെ നിൽക്കുന്നതാണ്. ചിലത് കുറേയൊക്കെ അടന്നു പോയതുണ്ട്. ചില പള്ളികളുടെ മുറ്റത്തേക്ക് നമ്മൾ ഈ പറഞ്ഞ ഇടുങ്ങിയ ചാലുകളിലൂടെ നമ്മുടെ തലയ്ക്ക് 2 വശത്തും തലയ്ക്ക് മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്ന വലിയ കോട്ട കെട്ടിയ പോലത്തെ ഈ ഒരു ഇടുങ്ങിയ പാതയുണ്ട്. ഈ പാതയിലൂടെ നടന്നു ചെല്ലുമ്പോൾ ഒരു പള്ളിയുടെ മുമ്പിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു വൃദ്ധനായ സന്യാസി ഇരുന്നിട്ട് ഒരു കുട്ടിയെ അക്ഷരം പഠിപ്പിക്കുകയാണ്. അയാൾ ഒരു പുസ്തകം ഇങ്ങനെ തുറന്നു വെച്ചിരിക്കുന്നു. ഈ പുസ്തകത്തിലെ ഓരോ അക്ഷരങ്ങളും ഒരു വടി കൊണ്ട് ഇങ്ങനെ ചൂണ്ടി കൊടുക്കുമ്പോൾ അടുത്തിരിക്കുന്ന കൊച്ചുകുട്ടി അത് ഉറക്കെ ചൊല്ലുന്നു. അത് രസകരമായൊരു കാഴ്ചയായിട്ട് എനിക്ക് തോന്നി. അവനങ്ങനെ ഉറക്കെ ചെല്ലിക്കുകയാണ്, അവിടെ ഇരുത്തി പഠിപ്പിക്കുകയാണ് കൊച്ചിനെ. അങ്ങനെ ആ പള്ളിയുടെ പരിസരവും അതിൻ്റെ ചുറ്റുമെല്ലാം നടന്നു. അവിടെയും ധാരാളം ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. ഈ പള്ളികൾക്കെല്ലാം ഏതാണ്ട് സമാന രൂപമാണെങ്കിലും വലിപ്പം വ്യത്യാസമുണ്ട്. അതുപോലെ അതിൻ്റെ പെർഫെക്ഷൻ, പണിയുടെ പെർഫെക്ഷൻ, അതിൻ്റെ ഗാംഭീര്യം ഇതെല്ലാം വ്യത്യസ്തമാണ്. ഇതെല്ലാം ഷൂട്ട് ചെയ്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോഴത്തേക്കും നമ്മൾ നടന്ന് ഈ 11ാമത്തെ പള്ളിയും കഴിഞ്ഞ് ഒരു മലഞ്ചെരിവിലെത്തിയിരിക്കുകയാണ്. ഞാൻ എൻ്റെ മൊബൈലെടുത്ത് നോക്കി. അപ്പോൾ അതിനകത്ത് ഇന്നത്തെ ദിവസം ഞാൻ 17.5 കിലോമീറ്റർ നടന്നു കഴിഞ്ഞു. ഇത്രയും സമയമായപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു, ഡീക്കനോട് പറഞ്ഞു, ഡീക്ക എനിക്കിനി നടക്കാൻ വയ്യ, ഇനി നടക്കണമെങ്കിൽ ഏതാണ്ട് ഒരു 4 കിലോമീറ്റർ ഇനി നടന്നെങ്കിൽ ഇനി ടൗണിലേക്ക് എത്തുള്ളൂ. ലാലിബല ടൗണിൽ നമ്മൾ ഇതുവരെ പോയില്ല, വേറൊരു ഭാഗത്താണ് ടൗണ്. അപ്പോൾ പുള്ളി പറഞ്ഞു കുറച്ച് ദൂരമേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു കുറച്ച് ദൂരം പറഞ്ഞാൽ എത്ര വരും? ഒരു 4-4.5 കിലോമീറ്റർ ഉള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നടക്കില്ല, നമുക്കൊരു വണ്ടി വിളിപ്പിക്കാൻ പറഞ്ഞു. അപ്പോൾ അങ്ങേര് പറഞ്ഞു വണ്ടിയൊന്നും ഇവിടെ കിട്ടില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഫോണുണ്ടല്ലോ കയ്യിൽ, നിങ്ങൾ ആരെങ്കിലും വിളിക്കുക. അപ്പോൾ ടൗണിൽ പരിചയക്കാരെങ്കിലും ഇല്ലേ? അപ്പോൾ അയാൾ മൊബൈലെടുത്ത് ടൗണിൽ ഏതോ ഒരു പരിചയക്കാരനെ വിളിച്ചിട്ട് പറഞ്ഞു ഒരു ഓട്ടോറിക്ഷ ഇങ്ങോട്ട് പറഞ്ഞു വിടാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങളവിടെ കാത്തു നിൽക്കുമ്പോൾ അവിടെ ചെറിയ വീടിൻ്റെ തിണ്ണയിലൊക്കെ ഞങ്ങൾ കയറിയിരിക്കുന്നുണ്ട്. അവിടുത്തെ ജീവിതമൊക്കെ കണ്ടങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഒരു ഓട്ടോറിക്ഷ വരും, നമ്മുടെ ബജാജ് ഓട്ടോറിക്ഷ. അവിടെയും നമ്മുടെ നാട്ടുകാരൻ രക്ഷകനായിട്ട് വരികയാണ്. ഈ ബജാജ് ഓട്ടോയിൽ കയറി ഈ ലാലിബല ടൗണിൽ ഞങ്ങളെ കൊണ്ട് ഇറക്കി വിട്ടു. ഒരു മൺപാതയുടെ 2 വശത്തുമുള്ള കുറേ ചെറിയ കെട്ടിടങ്ങളുള്ള ഒരു ഭാഗമാണ് ഈ ലാലിബല ടൗൺ എന്ന് പറയുന്നത്. വലിയൊരു പട്ടണമേ അല്ല, ഒരു നിലയുള്ള ചെറിയ ചെറിയ പീടികകളും കടകളും പലവിധ സ്ഥാപനങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു നീണ്ട തെരുവ്. ഇതിലൂടെ പൊടിയും പറത്തി ഈ മിനി വാനുകൾ അങ്ങും ഇങ്ങും ഓടുന്നുണ്ട്. ഈ മിനി വാനുകൾ എന്ന് പറയുന്നതാണ് ഈ ലാലിബല പട്ടണത്തിൽ നിന്ന് 5, 10, 15 ഒക്കെ കിലോമീറ്റർ അകലെയുള്ള മറ്റ് പട്ടണങ്ങളിലേക്ക്, അല്ലെങ്കിൽ ചെറിയ പട്ടണങ്ങളിലേക്കും ഗ്രാമങ്ങളെയൊക്കെ കണക്ട് ചെയ്ത് സർവീസ് നടത്തുന്നത്. അതായത് നമ്മുടെ ലൈൻ ബസ് പോലെ ഓടുന്ന സംവിധാനമാണത്. അപ്പോൾ ഇത് ടൗണിലെ ഈ വഴിയോരത്തോരിടത്ത് ആളുകൾ കൈ കാണിക്കുന്നിടത്ത് കൊണ്ടുവന്ന് നിർത്തും. അപ്പോഴത്തേക്കും തലച്ചുമടുമായിട്ട് ആളുകൾ ഇതിനകത്ത് വന്ന് ചെന്ന് കയറും. ഈ തലച്ചുമടുള്ള ധാന്യമായിരിക്കാം, പച്ചക്കറി ആയിരിക്കാം, ചന്തയിൽ നിന്ന് മേടിച്ച സാധനങ്ങളായിരിക്കാം, ഇത് മുകളിലേക്ക് കയറ്റി വെക്കും. ചില ഭാഗത്തേക്ക് തന്നെ സ്ഥലമുണ്ടെങ്കിൽ അകത്ത് വെക്കും. അങ്ങനെ നോക്കിക്കുമ്പോൾ ഒരാൾ ഒരു പെങ്കൊച്ചിനെയും ഒരു ചാക്കും സാധനങ്ങളുമായിട്ട് വരുന്നു. ഈ പെൺകുട്ടിയെ ഈ വാനിനകത്ത് കയറ്റി ഒരു സീറ്റിൽ ഇരുത്തിയിട്ട് ഈ ചാക്ക് കെട്ടും കൂടെ അതിനകത്തേക്ക് തള്ളിക്കൊടുത്തിട്ട് അയാൾ പെങ്കൊച്ചിനെ യാത്രയാക്കുന്നു. അതായത് ഗ്രാമത്തിൽ നിന്ന് വന്ന ഒരാളായിരിക്കണം, അയാളുടെ മകളായിരിക്കണം, സാധനം വാങ്ങിച്ച് മകളെ നാട്ടിലേക്ക് പറഞ്ഞു വിടുകയാണ്. ഇയാൾക്കിനി വൈകിട്ട് ടൗണിൽ എന്തൊക്കെ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്, അതൊക്കെ കഴിഞ്ഞ് ചിലപ്പോൾ ലാസ്റ്റ് ബസ്സിനെ പോകുള്ളായിരിക്കാം. അതുപോലെ തന്നെ തലച്ചുമടായിട്ട് സാധനങ്ങളുമായിട്ട് പോകുന്ന സ്ത്രീകളുടെ കൂട്ടങ്ങൾ. തലച്ചുമടുമായിട്ട് ഇവർ പോകുമ്പോൾ തന്നെ ഇവരുടെ പുറത്തൊരു സഞ്ചിയിൽ ഭാണ്ഡം പോലെ കെട്ടിയതിനകത്ത് കുട്ടികളെയുണ്ട്, കൊച്ചു കുട്ടികളെ വെച്ചിട്ടുണ്ട്. അവരിങ്ങനെ നടന്നു പോകുന്നു. ആണുങ്ങളുടെ പുരുഷന്മാരുടെ ചെറു സംഘങ്ങൾ ഇങ്ങനെ നടന്നു പോകുന്നു. തലങ്ങും വിലങ്ങും പോകുന്നു ഓട്ടോറിക്ഷകൾ. ഇതെല്ലാം പൊടി പറത്തിയൊക്കെയാണ് പോകുന്നത്. മൺ റോഡാണ്. ഈ മൺ റോഡുള്ള ഒരു പട്ടണത്തിനാണ് ഒരു എയർപോർട്ട് കൂടെ ഉള്ളതെന്ന് ഓർക്കണം. അപ്പോൾ ഇതിൻ്റെ ഒരു കോൺട്രാസ്റ്റ് ഇത്ര ആഫ്രിക്കൻ ഗ്രാമങ്ങളിൽ ചെല്ലുമ്പോൾ നമുക്ക് കാണാം. എയർപോർട്ടുള്ള ഒരു പട്ടണത്തിൽ തന്നെയാണ് ടാർ ചെയ്യാത്ത റോഡുള്ള മെയിൻ പാത. അത് അധികം ഇപ്പോഴൊക്കെ ആയപ്പോഴത്തേക്ക് ടാർ ചെയ്തിട്ടുണ്ടാവണം, പുരോഗമിച്ചിട്ടുണ്ടാവണം. അതിപ്രാകൃതമായ ഒരു ഗ്രാമത്തിൻ്റെ കാഴ്ചകൾ കണ്ടിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഡെസേവ് കൂടെയുണ്ട്, ഡീക്കനുണ്ട് കൂടെ. അപ്പോൾ ഞാൻ ഡീക്കനോട് പറഞ്ഞു നമുക്കിവിടെ ഈ വൈകുന്നേരം ധാരാളം ടൂറിസ്റ്റുകൾ വരുന്നൊരു സ്ഥലമാണല്ലോ, സ്വാഭാവികമായിട്ടും ഇവിടെ ഒരു കൾച്ചറൽ സെൻ്ററൊക്കെ ഉണ്ടാവേണ്ടതല്ലേ. വൈകുന്നേരം ഈ ടൂറിസ്റ്റുകൾ ഈ ആർക്കിയോളജിക്കൽ സൈറ്റിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാനും ട്രഡീഷണൽ എത്യോപ്യൻ നൃത്തവും പാട്ടും ഒക്കെ ആസ്വദിക്കാനൊക്കെ പോകുന്നൊരു സ്ഥലം കാണില്ലേ, അങ്ങനെ ഒരെണ്ണം ഉണ്ടാവുമോ? പുള്ളി പറഞ്ഞു അങ്ങനെ ഒരു സാധനമുണ്ട്. ഞാൻ പക്ഷേ അവിടേക്കൊന്നും പോകാറില്ല, കാരണം അതിൻ്റെ പേര് തെജ് ഹൗസ് എന്നാണ്. ഈ തെജ് എന്ന് പറയുന്നത് അവിടുത്തെ നാടൻ കള്ളാണ്. തേനിൽ നിന്നുണ്ടാക്കുന്ന ഒരു പ്രത്യേകതരം നാടൻ കള്ള. ഈ നാടൻ കള്ളും ഇഞ്ചറയും ദോറാവാത്തും പിന്നെ സ്റ്റേജിൽ ഇവരുടെ ട്രഡീഷണൽ നൃത്തവും പാട്ടും ഒക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ് ഈ തെജ് ഹൗസ്. ഈ തെജ് ഹൗസിൽ ഈ പരിപാടി ഉണ്ടെന്ന് എനിക്കറിയാം, ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ ഞാൻ പോയിട്ടില്ല. ഏതായാലും നമുക്ക് വേണമെന്ന് പോയി നോക്കാം. ഡെസേവ് എന്നെയും കൊണ്ട് തെജ് ഹൗസിൽ ചെല്ലുന്നു. ഒരു ട്രഡീഷണൽ ശൈലി രൂപപ്പെടുത്തിയ ഒരു റെസ്റ്റോറൻ്റാണ്. അവിടുത്തെ കസേരകൾക്കും മേശകൾക്കും ഒക്കെ ഒരു ട്രൈബൽ സ്വഭാവം പ്രകടമാണ്.
അവിടെ ചെല്ലുമ്പോൾ ഇതൊക്കെ അടിച്ചു വാരിക്കൊണ്ടിരിക്കുന്ന സമയം അവിടെ ഒരു പരിപാടി നടക്കാൻ പോകുന്നതായിട്ട് ലക്ഷണമൊന്നും കണ്ടില്ല. ചോദിച്ചപ്പോൾ പറഞ്ഞു 8 മണി കഴിയുമ്പം ഇവിടെ ഡാൻസും പാട്ടും ഒക്കെ തുടങ്ങും, തെജ്ജ് കിട്ടും, അതായത് ഇവിടെ നാടൻ കള്ള് കിട്ടും, ഈ ഭക്ഷണം കിട്ടും. പക്ഷേ ഒറ്റ കുഴപ്പമേ ഉള്ളൂ, നിങ്ങൾ 8 മണി വരെ ഇവിടെ വെയിറ്റ് ചെയ്താലും പരിപാടി നടക്കുമെന്ന് ഉറപ്പില്ല. കാരണം 8 മണിക്ക് ഒരു 10-15 ആളുകളെങ്കിലും വന്ന് ഈ പരിപാടിക്ക് ബുക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഞങ്ങൾ പരിപാടി നടത്തുള്ളൂ. എന്നിട്ട് വേണം ഞങ്ങൾക്ക് ഈ ആർട്ടിസ്റ്റുകളെല്ലാം വിളിച്ച് വരുത്താൻ. ഒരു 10 പേരെങ്കിലും ഉണ്ടെങ്കിലേ ഞങ്ങൾ വിളിക്കുകയുള്ളൂ. അപ്പോൾ കൺഫ്യൂഷനായി. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഒരു വീക്ക് ഡേയാണ്. ശനി ഞായർ ഈ പരിപാടി ഉണ്ടെന്നുള്ള ഉറപ്പാണ്. ഇതൊരു വീക്ക് ഡേയാണ്. വീക്ക് ഡേയിൽ പരിപാടി ഉണ്ടാകുമെന്ന് ഉറപ്പില്ല. ഈ സമയമായപ്പോഴത്തേക്ക് ഒരു 5:30 ആയിട്ടേ ഉള്ളൂ. ഇനി ഒരു 8 മണി വരെ വെയിറ്റ് ചെയ്താൽ ഈ പരിപാടി ഉണ്ടാകുമെന്നറിയില്ല. അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചെന്നാൽ പോയേക്കാം. അങ്ങനെ പോയി നടന്ന് എന്നാൽ ഒരു കാപ്പി കുടിക്കാം എന്ന് തീരുമാനിച്ചു. ഞങ്ങൾ ഒരു ട്രഡീഷണൽ കോഫി ഷോപ്പിലേക്ക് ചെന്ന് കയറി. അവിടെ ഈ ബുന്ന കാപ്പി കിട്ടുന്ന കടയാണ്. അല്ലാത്ത കാപ്പിയും കിട്ടും, ലഘുഭക്ഷണങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരു മേശയ്ക്ക് അപ്പുറം ഇപ്പുറം ഇരുന്നിട്ട് ഒരു കാപ്പി ഓർഡർ ചെയ്തു. എന്നിട്ട് ഈ ഡെസേവിനെ പരിചയപ്പെടാൻ ഒരുങ്ങിയിട്ട് എങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഫോൺ വരുന്നു ഡെസേവിന്. അപ്പോൾ അയാളോട് സംസാരിക്കുന്നു. കുറച്ച് നേരം സംസാരിച്ച് കഴിഞ്ഞിട്ട് അയാൾ ഫോൺ വെക്കുന്നു. അവരുടെ ഭാഷയിലാണ് സംസാരിക്കുക, എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പോൾ ഇയാൾ എൻ്റെ അടുത്ത് ചോദിച്ചു, എനിക്ക് നിങ്ങൾ കുറച്ച് പൈസ തരില്ലേ? ഞാൻ പറഞ്ഞു തരും, നിങ്ങളുടെ ഒരു ഫീസ് തരുമല്ലോ. അപ്പോൾ എത്ര തരും? ഞാൻ പറഞ്ഞു എത്രയാണ് നിങ്ങളുടെ ഫീസ്? എനിക്കങ്ങനെ ഫീസൊന്നുമില്ല, പലരും പലതാണ് തരുന്നത്. 200, 300, 400, 500 ബിറൊക്കെ തരുന്ന ആളുകളുണ്ട്. അപ്പോൾ ഞാൻ ബാഗ് തുറന്നിട്ട് ഒരു 500 ബിർ എടുത്ത് ഇയാളുടെ കൊടുത്തു. അപ്പോൾ അയാൾ പറഞ്ഞു വളരെ സന്തോഷമായി. സാധാരണ 500 കിട്ടാറില്ല, അപൂർവമായിട്ട് ചിലരെ 500 തരാറുള്ളൂ. ഞാൻ ചോദിച്ചു, നിങ്ങളോടൊരു സംശയം എനിക്ക് ചോദിക്കാനുണ്ട്. നിങ്ങൾ എങ്ങനെയാണ് ഞാനിവിടെ വരുന്നുണ്ടെന്ന് കണ്ടുപിടിച്ചത്? അല്ലെങ്കിൽ ഞാൻ താമസിക്കുന്ന ഹോട്ടലേതാണെന്ന് അറിഞ്ഞത് എങ്ങനെയാണ്? അപ്പോൾ ഇയാൾ പറഞ്ഞു, ഞാനൊരു വൈദിക വിദ്യാർത്ഥിയാണെന്ന് പറഞ്ഞല്ലോ. ഞങ്ങളിവിടെ വൈദിക വിദ്യാർത്ഥികളൊക്കെ പഠിക്കുന്നതോടൊപ്പം സ്വയം തൊഴിൽ ചെയ്ത് വരുമാനം ഉണ്ടാക്കുകയും വേണം. അല്ലാതെ ഞങ്ങൾക്ക് പൈസ തരാൻ വേറെ നിർവാഹമില്ല. ഞങ്ങളുടെ കുടുംബം പുലർത്താനും ഞങ്ങൾക്ക് പഠിക്കാനും ഒക്കെയുള്ള പൈസ ഞങ്ങൾ തന്നെ ഉണ്ടാക്കണം. അപ്പം ഞാനതിന് കണ്ടെത്തിയിരിക്കുന്നൊരു മാർഗ്ഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനൊരു ടൂർ ഗൈഡായിട്ട് ജോലി ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഞാനെന്ത് ചെയ്യും, എല്ലാ ദിവസവും അതിരാവിലെ എഴുന്നേറ്റ് ഇവിടെയുള്ള പ്രമുഖമായ കുറേ ഹോട്ടലുകളിൽ പോകും. എന്നിട്ട് ആ ഹോട്ടലുകളിലേക്ക് ഇന്നത്തെ ദിവസം ബുക്ക് ചെയ്തിരിക്കുന്ന ആളുകൾ ആരൊക്കെയാണെന്ന് നോക്കും. അതിൽ അന്യനാടുകളിൽ നിന്ന് വരുന്നവരുടെ പേരും ആ രാജ്യം നാഷണാലിറ്റിയൊക്കെ ആ ബുക്കിങ്ങിലുണ്ട്. ഇൻ്റർനെറ്റുകൾ ബുക്ക് ചെയ്യുന്നതാണല്ലോ, booking.com ഒക്കെ വഴി ബുക്ക് ചെയ്യുന്നവരാണ്. അപ്പോൾ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ ആരാണെന്ന് നോക്കും. എന്നിട്ട് അവരുടെ ഒരു 6-7 പേരുടെയൊക്കെ പേരും ഫോൺ നമ്പരും അവരുടെ ഡീറ്റെയിൽസും കളക്ട് ചെയ്തിട്ട് ഞാനൊരു വെള്ള പേപ്പറിൽ അവരുടെ പേരെഴുതി ഒരു ബോർഡ് ഉണ്ടാക്കും. എന്നിട്ട് നേരെ ഇവിടുന്ന് രാവിലെ ഈ ഗസ്റ്റുകളുമായിട്ട് എയർപോർട്ടിലേക്ക് പോകുന്ന മിനി വാനുകളുണ്ട്. നിങ്ങളിങ്ങ് വന്ന തരം വാനുകളിൽ അങ്ങോട്ട് പോകും. അതിൽ ഞാനും കയറി പറ്റും. ഈ ഡ്രൈവർമാർ പലരും എൻ്റെ സുഹൃത്തുക്കളാണ്. എന്നിട്ട് ഇവർ എന്നെ ഈ എയർപോർട്ടിൽ കൊണ്ടാക്കും. അവർ ഗസ്റ്റ് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഈ വാനുകൾ അവിടെ കാത്തു നിൽക്കും. കാരണം ഇനി വരുന്ന വിമാനത്തിൽ വന്നിറങ്ങുന്നവരെ തിരിച്ച് നഗരത്തിലേക്ക് കൊണ്ടുവരണം. നിങ്ങളോട് പറഞ്ഞതൊക്കെ കഥ നേരാണ്. അങ്ങനെ തന്നെയാണ് ഇവിടെ എല്ലാ ദിവസവും ടൂറിസ്റ്റുകൾ വരുന്നതും പോകുന്നതുമൊക്കെ. അപ്പം ഞാനെന്ത് ചെയ്യും, ഗസ്റ്റ് എയർപോർട്ടിൽ നിന്ന് ടൂറിസ്റ്റുകൾ ഇറങ്ങി വരുന്ന സമയത്ത് അതിൽ ആരുടെയെങ്കിലുമൊക്കെ 2-3 പേരുടെ പേരെഴുതിയ ബോർഡും പിടിച്ച് നിൽക്കും. കുറച്ച് നേരം നിന്ന് കഴിഞ്ഞാൽ ആ പേരിലുള്ള ആൾ വന്നില്ലെങ്കിൽ വേറൊരു ബോർഡ് എടുത്ത് പിടിക്കും. ഏതായാലും ഒരാളെ ചില ദിവസം കിട്ടും, ചില ദിവസം 1-ൽ കൂടുതൽ ആളുകളെ കിട്ടും, ചില ദിവസം ഒരാളെയും കിട്ടില്ല. ഞാനങ്ങനെ ഒരു ചാൻസ് എടുത്ത് നിങ്ങളുടെ പേര് ഈ ഹോട്ടലിൽ നിന്ന്, ബെത്ത എബ്രാഹാം ഹോട്ടലിൽ നിന്ന് നിങ്ങളുടെ പേര് സംഘടിപ്പിച്ച് ആ ബോർഡുമായിട്ടാണ് ഞാൻ വന്നത്. ഭാഗ്യവശാൽ നിങ്ങളുടെ പേര് കണ്ട് നിങ്ങൾ എൻ്റെ നേരെ വന്നു, നിങ്ങളെ എനിക്കിന്ന് കിട്ടി. അതുകൊണ്ട് ഇന്ന് എനിക്ക് ഈ വരുമാനം ഉണ്ടായി. ഇതാണ് എൻ്റെ ദൈനംദിന ജീവിതം. ഇങ്ങനെയാണ് ഞാൻ ജീവിച്ചു പോകുന്നത്. ഇത്രയും പറഞ്ഞപ്പോഴത്തേക്കും ഒരു പയ്യൻ കയറി വരുന്നു. ഈ ഡെസേവ് ഈ പയ്യനെ അടുത്തേക്ക് വിളിച്ചു. ഞാൻ കൊടുത്ത 500 ബിറിൽ നിന്ന് ഒരു 300 ബിർ ഈ പയ്യനെ ഏൽപ്പിച്ചു. ഈ പയ്യൻ പെട്ടെന്ന് അത് മേടിച്ചിട്ട് ഓടി ഇറങ്ങിപ്പോയി. ഞാൻ ചോദിച്ചു, ഇതാരാ? പറഞ്ഞു, എൻ്റെ മരുമകനാണ്, പെങ്ങളുടെ മകനാണ്. പെങ്ങൾ 3-4 ദിവസമായിട്ട് ഇവിടുത്തെ ആശുപത്രി കിടക്കുക. ഇന്നലെ ഡിസ്ചാർജ് ചെയ്യേണ്ടതായിരുന്നു, അപ്പോൾ പൈസ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് എനിക്കൊരാളെ കിട്ടി എന്ന് ഞാൻ ഇവനെ അറിയിച്ചിരുന്നു. അതിൻ്റെ പൈസ ആയോ എന്നറിയാൻ ഇച്ചിരി മുമ്പ് അവൻ വിളിച്ചത്. അവന് ചെന്നിട്ട് വേണം പെങ്ങളെ ഇനി ആശുപത്രി നിന്ന് ഇറക്കിക്കൊണ്ട് പോകാൻ. അതിന് വേണ്ടിയിട്ടാണ് ആ പൈസ ഞാൻ കൊടുത്തു വിട്ടതെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഒരു രാജ്യത്തുകൂടെ ഒരു ചരിത്ര സ്ഥലത്തൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ചില മനുഷ്യരെയും അവരുടെ ജീവിതവും കൂടിയാണ് കണ്ടുമുട്ടുന്നത്. കുറേ നേരം അങ്ങനെ കഥയൊക്കെ പറഞ്ഞിരുന്ന ശേഷം ഡെസേവ് യാത്ര പറഞ്ഞു പോയി. ഞാൻ എൻ്റെ ഹോട്ടലിലേക്ക് നടന്നു. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, കുവൈറ്റ്. സഞ്ചാരം വോള്യം നമ്പർ 20. ഫുൾ HD-യിലുള്ള അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222.